മുനമ്പം വിഷയത്തിൽ ലീഗിനെയും കോൺഗ്രസിനെയും പെടുത്തി പഴയ നിയമസഭാ പ്രസംഗം കുത്തിപ്പൊക്കിയിട്ടുണ്ട്. KPA മജീദ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന്റെ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളവും, ഈ ഭൂമിയിൽ താൽക്കാലികമായി നികുതി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ച സന്ദർഭത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ പ്രമുഖ നേതാവ് KPA മജീദ് ഇപ്പോഴും കണ്ണടഞ്ഞിട്ടില്ല, നല്ല കുതിരയെപ്പോലെ നടക്കുന്നുണ്ട്. ആ മഹാൻ സഭയിൽ ഉന്നയിച്ച സബ്മിഷനെക്കുറിച്ച് കേൾക്കും. ഈ അടുത്ത ദിവസം പിതാക്കന്മാരുമായിട്ടൊക്കെ നേരിട്ട് ചർച്ച നടത്തി എല്ലാ പ്രശ്നങ്ങളും സർക്കാരിൻ്റെ തോളിലോട്ട് ചാരി എസ്കേപ്പ് അടിക്കാൻ ശ്രമിക്കുന്നവർ ഈ വിഷയത്തെ ഇങ്ങനെ ആക്കിയതാര് എന്ന് നിങ്ങൾക്ക് ഈ പ്രതികരണത്തിൽ നിന്ന് ഉത്തരം കിട്ടും. ശ്രീ KPA മജീദ് സർ, 1950 മതവിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി, പള്ളിപ്പുറം എന്നീ വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്ന 44.76 ഏക്കർ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സാജിദ് സേട്ട് വഖഫ് ചെയ്തിട്ടുള്ളതാണ്. 2115/1950 നമ്പർ വഖഫ് ആധാരപ്രകാരം ഇത് വഖഫ് ഭൂമിയാണെന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസ് രേഖകളുണ്ട്. 2009 LDF സർക്കാർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി MA നിസാർ ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ശേങ്ങാട് സെക്രട്ടറിയുമായ എൻക്വയറി കമ്മീഷന്റെ 26/6/2009 15ാമത് റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വഖഫ് റൂൾ അനുസരിച്ച് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ഈ ഭൂമിയിൽ മേൽ നടന്നുവരുന്ന വ്യവഹാരങ്ങൾ നിയമവിരുദ്ധമാണ്. വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത്. 20/5/2019 സംസ്ഥാന വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ EP 655/2008 പ്രകാരം പ്രസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേധയാ ഈ ഭൂമി രജിസ്റ്റർ ചെയ്യാനും ഈ ഉത്തരവ് ആവശ്യപ്പെടുന്നു. ഇത് വഖഫ് ഭൂമിയായതിനാൽ മുത്തബല്ലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബല്ലി എന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട്. എന്നാൽ 27/2022 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തതായി മിനിറ്റ്സിൽ കാണുന്നുണ്ട്. ഇത് നിയമലംഘനമാണ്. വഖഫ് ആക്ടിലെ 54 സൂചന പ്രകാരം SC കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ വിളിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും. ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമ്മത് സാജുവത്ത് ഉത്തരമായി ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങ് നൽകിയിട്ടുള്ള ഉത്തരവിൽ തന്നെ ഈ 8/12 ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്. 2019 കേരള വഖഫ് ചട്ടത്തിലെ ചട്ടം 79 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്നും പ്രസ്തുത വഖഫിന്റെ വസ്തുക്കൾ അനധികൃത കൈമാറ്റത്തിലൂടെ കൈവശം വെക്കുന്നവരിൽ നിന്ന് നികുതി സ്വീകരിക്കുകയും കൈവകാശ സർട്ടിഫിക്കറ്റ് നൽകുകയും പോക്കുവരവ് നടത്തി നൽകുകയും മറ്റു നടപടികൾ ചെയ്യുന്നതും ചെയ്യരുതെന്നും നിർദ്ദേശിച്ച് ബന്ധപ്പെട്ട രാഷ്ട്രീയർക്കും വില്ലേജ് ഓഫീസർമാർക്കും വഖഫ് ബോർഡ് നിർദ്ദേശം നൽകിയിരുന്നു എന്ന് അങ്ങയുടെ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങയുടെ ഈ ഉത്തരത്തിലോ അതിന്റെ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചേർന്ന 27/22 യോഗത്തിൽ എവിടെയും ഒരു കോടതി വിധിയെപ്പറ്റി പരാമർശമേ ഇല്ല. അങ്ങനെ പരാമർശമില്ല. എന്നങ്ങ് പറയാൻ പോകുന്നത് കോടതി വിധി ഞങ്ങൾ പരിശോധിക്കണം. ഈ അങ്ങനെ കോടതി വിധിയിൽ പറയുന്നതന്നെ നിലവിലുള്ള നികുതി അടക്കുന്നവർക്ക് അതുമായി തുടരാനാണ് എന്ന് പറയാൻ. നികുതി അടക്കുന്നത് മുത്തബല്ലിയാണ്, ഫാറൂഖ് കോളേജാണ്, അത് തുടരാനാണ് കോടതി വിധി. ഇനിയിപ്പോൾ അത് കോടതി വിധി എതിരാണെങ്കിൽ ആ കോടതി വിധിക്കെതിരായി ഗവൺമെന്റോ വഖഫ് ബോർഡ് അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് അറിയിക്കണം. ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് ഈ ചതിക്കുഴി കൊടുക്കരുത്. ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ്. വഖഫ് ഭൂമി ഒരിക്കലും അനാധീനപ്പെട്ടു പോകാനേ പറ്റില്ല. അത് കേന്ദ്ര വഖഫ് നിയമം അനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കരുത്. അങ്ങ് ജാഗ്രത പാലിക്കണം. ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം അങ്ങ് കാണിക്കണം എന്നാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നോക്കണേ, വഖഫ് ഭൂമി ഫറൂഖ് കോളേജിന് 1950 സിദ്ദിഖ് സേട്ട് നൽകിയ ഭൂമി അത് വിറ്റ് പുട്ടടിച്ചത് ലീഗിൻ്റെ പാണക്കാട് കുടുംബാംഗവും KPCC സെക്രട്ടറിയും ചേർന്നു. ഒടുവിൽ അത് വിവാദമാകുമ്പോൾ വിൽക്കാൻ സമ്മതിച്ചവനുമില്ല, വിറ്റവനുമില്ല. പാവപ്പെട്ട വാങ്ങിയ ജനങ്ങളെ വഴിയാധാരമാക്കി. എന്നിട്ട് നിയമസഭയിൽ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിച്ചു. ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയ ഇടപെടലൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോൾ ജനങ്ങളുടെ കണ്ണീരിനൊപ്പമാണെന്ന് പറയുന്നതിലെ കാപട്യം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത്. ചില കള്ളങ്ങളെ പൊളിക്കാൻ ചില നേരങ്ങളിൽ ഇവർ നടത്തിയ പ്രതികരണങ്ങളും പ്രസംഗങ്ങളും തന്നെ ഉദാഹരണമായി പുറത്തു വരും. ഒരു വഴിവിട്ട പ്രവർത്തനം ചെയ്യുക, അതിൽ നേട്ടമുണ്ടാക്കുക, അതിൻ്റെ
വിഹിതം പറ്റുക, ഏറ്റവും ഒടുവിൽ അത് വിവാദമാകുമ്പോൾ നൈസിന് കൈകഴുകി കുറെ മാപ്രകളിലൂടെ വായിൽ തോന്നിയ പച്ചക്കള്ളം വിളിച്ചു കൂവുക. ഇപ്പോൾ സതീശനും ലീഗുമാണ്. KPA മജീദിൻ്റെ 2022 ഡിസംബർ 12 സഭയിൽ ഉന്നയിച്ച സബ്മിഷന്റെ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത്രയും ദിവസം പറഞ്ഞ മുഴുവൻ കള്ളങ്ങളും പൊളിഞ്ഞടുങ്ങുന്ന സാഹചര്യമുണ്ടായത്. വഖഫ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായി മാത്രമേ ചെയ്യാൻ കഴിയൂ. അവിടെയാണ് വിറ്റവരും കമ്മീഷൻ വാങ്ങിയവരെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയ നാടകം കളിക്കുന്നത്.